നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നടന്ന വിത്തുണ്ട നിക്ഷേപം ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ G ഉദ്ഘാടനം ചെയ്തു. ലോക പ്രകൃതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയും കേരള വനം വകുപ്പ് നടപ്പിലാക്കി വരുന്ന മിഷൻ ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായാണ് ശുഷ്ക വനഭാഗത്ത് വിത്തുണ്ടകൾ നിക്ഷേപിച്ചത്. പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. ഇടുക്കി വൈൽഡ് ലൈഫ് ഓഫീസ് അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ KC ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡൻ ജയചന്ദ്രൻ G ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ഈ ഞങ്ങളുടെ കാട്ടിനകത്ത് ആനയ്ക്ക് വെള്ളം കിട്ടാൻ വേണ്ടി 10-30 കുളം കുത്തി കുറച്ച് ചെക്ക് ഡാംസ് പണിതിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ വേറെ ഭാഗമാണ്. പിന്നെ നോക്കിയപ്പം നല്ല മരങ്ങൾ, അതായത് ഈ മരങ്ങൾ ഇപ്പം നമ്മൾ കണ്ട ഉണ്ടയ്ക്കകത്തെല്ലാം ഓരോ വിത്തുണ്ട്. ആ മരങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഉണ്ടാകുന്ന ഫുഡ് ബിയറിംഗ് ട്രീസാണ്. അതായത് എല്ലാത്തിനും ചക്ക, കാട്ടുമാവ്, കാട്ടുപ്ലാവ്, ഞാവൽ, ഇതെല്ലാം മൃഗങ്ങൾക്ക് തിന്നാൻ പറ്റിയ പനയുണ്ട്. പന ആനയുടെ ഇഷ്ടപ്പെടുന്ന ആ പനയുണ്ട്. അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് നമ്മൾ ഈ സീഡ് ബോൾ ഉണ്ടാക്കുന്നത്. ഇതിനി കേരളം മുഴുവനുണ്ട്. അപ്പോൾ ഈ ഓഗസ്റ്റ് 14 കൊണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ലക്ഷക്കണക്കിന് വിത്തുണ്ടകൾ നമ്മൾ കൊണ്ട് നിക്ഷേപിക്കും. അതിനകത്ത് എത്ര പിടിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങാനും എന്ത് പറഞ്ഞാലും ഒരു 10-40% നമുക്ക് അതിനകത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പരിപാടികൾക്ക് ഫോറസ്റ്റ് ഓഫീസർമാരായ ടോം ജോസ്, AM അബ്ദുൾ ഷുക്കൂർ, CK കുഞ്ഞപ്പൻ, T ഗോപാലൻ, B ബിനോയ്, പ്രൊഫസർ ഫിലുമോൻ ജോസ്, NSS വോളണ്ടിയർ സെക്രട്ടറി ജിഷ്ണു K എന്നിവർ നേതൃത്വം നൽകി. നിരവധി NSS വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് അപകടാവസ്ഥയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിൽ പാറേമാവ് 10 ഏക്കർ പനവേലിക്കാട്ടിൽ സുനിൽകുമാറിന്റെ വീടാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ 10-ാം വാർഡിൽ താമസിക്കുന്ന പനവേലിക്കാട്ടിൽ സുനിൽകുമാറിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ സംരക്ഷണ ഭിത്തിയുടെ കുറച്ച് ഭാഗം ഇടിഞ്ഞിരുന്നു. അന്ന് വീടിൻ്റെ അപകടാവസ്ഥയെ കാണിച്ച് സുനിൽകുമാർ വില്ലേജ് ഓഫീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ വീടിൻ്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. കഴിഞ്ഞ വർഷം ഇടിഞ്ഞു പോയത് കെട്ടാണ്. അത് ഈ വർഷം വന്ന് ഇവിടെ മാന്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ബാക്കിയോടെ ഇടിഞ്ഞു പോയി. വീട് ഭീഷണിയിൽ നിൽക്കുകയാണ്. പഞ്ചായത്തിലും വില്ലേജിലും താലൂക്കിലും പരാതി കൊടുത്തു. എന്നിട്ടും തന്നെ കെട്ടിക്കോളാനാണ് പറയുന്നത്. വീടിൻ്റെ സംരക്ഷണ ഭിത്തി ആണ് ഇടിഞ്ഞു പോയേക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒന്ന് ഇടപെടണം, ചെയ്തു തരണമെന്ന് താഴ്മയായി പറയുന്നു. വീടിൻ്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ 4 ലക്ഷത്തോളം രൂപ ചിലവ് വരും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അടിയന്തരമായി സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുവാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. ദൃശ്യ ന്യൂസ്, ഇടുക്കി. കൂത്താട്ടുകുളം പാലക്കുഴിയിൽ മരം വെട്ടുന്നതിനിടയിൽ മരങ്ങൾക്കിടയിൽ കുടുങ്ങിയ അതിഥി തൊഴിലാളിയെ അഗ്നിരക്ഷാസേന രക്ഷിച്ചു. ബംഗാൾ സ്വദേശി മിഥുനാണ് മരത്തിൽ കുടുങ്ങിയത്. വെട്ടുവാൻ മരത്തിലേക്ക് കയറി തെങ്ങ് ചാഞ്ഞു വീണതോടെ മിഥുന്റെ കാൽ മരങ്ങൾക്കിടയിൽ കുടുങ്ങി. ഇറങ്ങാൻ സാധിക്കാതെ വന്നതോടെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തൊടുപുഴയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മരത്തിൽ കയറി മിഥുനെ രക്ഷപ്പെടുത്തി. പിള്ളേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ 2 കത്തോലിക്ക സന്യാസിനികളെ ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കത്തോലിക്ക കോൺഗ്രസ് പാലായിൽ പ്രതിഷേധ ധർണ നടത്തി.
ഭരണഘടനാ വിരുദ്ധവും മതേതരത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും എതിരായതും ന്യൂനപക്ഷ വിരുദ്ധവുമായ ഛത്തീസ്ഗഡ് പോലീസിന്റെ നടപടി ജനാധിപത്യ ഭാരതത്തിന് അപമാനമാണ്. ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നേൽ യോഗം ഉദ്ഘാടനം ചെയ്തു. രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ പ്രതിഷേധ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലെ ധർണയിൽ ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം, പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, ആൻസമ്മ സാബു, ജോയി കണിപ്പറമ്പിൽ, ജോൺസൺ ചെറുവള്ളി, ടോമി കണ്ണീറ്റുമാലിൽ, ബെന്നി കിണറ്റുകര, രാജേഷ് പാറയിൽ, ക്ലിന്റ് അരിപ്ലാക്കൽ, ജോസഫ് ചീനോത്തുപറമ്പിൽ, ബേബിച്ചൻ അഴിയാത്ത്, ജോയി ചന്ദ്രൻകുന്നേൽ, ജോർജ് തൊടുവിനാൽ, ബെല്ല സിബി, ലൈസമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. അവർ ഈ സിസ്റ്റേഴ്സിന്റെ കൂടെ ജോലി ചെയ്യുവാനുള്ള ആ സന്മനസ് കാണിച്ചു എന്നുള്ളതും അവിടെ അഭിനന്ദനാർഹമാണ്. ഒരു ജോലിയും ചെയ്യാതെ സാമൂഹ്യ തിന്മകളിൽപ്പെട്ട് ആ കുട്ടികൾ വഴിതെറ്റിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ഈ BJP സർക്കാർ എടുക്കുമായിരുന്നോ എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. അത്രയും നല്ല ഒരു ജീവിത ശൈലിയിലും അവരെ ജോലി ചെയ്യിപ്പിച്ച് അവരുടെ ജീവിതത്തിന് ജീവിതവും ജീവനും രൂപം കൊടുത്ത് പ്രവർത്തിക്കുവാൻ തയ്യാറായ ഈ കന്യാസ്ത്രീകളുടെ മേൽ ഈ BJP സർക്കാർ വളരെ ആസൂത്രിതമായ കുറ്റങ്ങൾ ചുമത്തി. ഇന്ന് അത് വളരെ വിശദമായിട്ട് അതിന്റെ ഓരോ പ്രോസസ്സും ദീപികയുടെ എഡിറ്റോറിയൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഭംഗിയായി രേഖപ്പെടുത്തി. അവര് മതസംഘടനകളുടെ നേതാക്കളുടെ വിചാരണ കോടതിയിലാണ് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത്. അങ്ങനെ ആൾക്കൂട്ടത്തിൽ വിചാരണ ചെയ്യപ്പെട്ട് ഈ സിസ്റ്റേഴ്സിനെയും ഈ പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്ത് തടങ്കലിലാക്കുകയും പെൺകുട്ടികളെ മറ്റൊരു ഹോമിലാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഈ കങ്കാരു കോടതികൾ എന്നും ഇതുപോലെയുള്ള സ്ഥിരം സംഭവങ്ങൾ നടത്തുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എമ്മാനുവൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ പ്രതിനിധികളായി രാഷ്ട്രീയ രംഗത്തുള്ളവരും ഇതേപ്പറ്റി വളരെ കാര്യഗൗരവമായി തന്നെ ചിന്തിക്കുകയും ഇനി മേലാൽ ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ എത്രയും വേഗം നടപ്പാക്കണമെന്ന് കാത്തലിക് കോൺഗ്രസ് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിലെ ദേവസ്വം ബോർഡിന്റെ സ്കൂളിന്റെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി നിലവിലെ സ്റ്റേഡിയം മൈതാനം വലുതാക്കുന്നു. പാർക്കിംഗ് മൈതാനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനാണ് മൈതാനം വിപുലമാക്കുന്നത്. പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കുന്നതോടെ നിലവിലുള്ള സ്റ്റേഡിയം മൈതാനത്തിന്റെ പകുതിയിലധികം സ്ഥലം കൂടി ലഭിക്കും. ഇവിടുത്തെ പഴയ സ്കൂൾ കെട്ടിടങ്ങൾ കാലഹരണപ്പെട്ട് തുടങ്ങിയവയാണ്. ഇപ്പോൾ ഈ കെട്ടിടങ്ങൾ സ്കൂളിനായി ഉപയോഗിക്കുന്നുമില്ല. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് അഗ്നിരക്ഷാസേന, ആരോഗ്യവകുപ്പ്, വിശുദ്ധിസേന വിഭാഗം എന്നിവർക്ക് ഓഫീസും താമസ സൗകര്യവും ഒരുക്കുന്നത് ഈ പഴയ സ്കൂൾ കെട്ടിടങ്ങളിലാണ്. കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കേണ്ട സ്ഥിതിയിലുമാണ്. ഇതോടെയാണ് സ്റ്റേഡിയം മൈതാനം വിപുലമാക്കാൻ ആലോചിക്കുന്നത്. ഇതോടെ കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ലഭിക്കും. തീർത്ഥാടന കാലത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാസേനാ വിഭാഗത്തിന് തന്നെ 20-ൽ പരം ജീവനക്കാരുണ്ട്. ആരോഗ്യ വിഭാഗത്തിലും 10-ലധികം ജീവനക്കാരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് സേവനത്തിന് എത്തുന്ന വിശുദ്ധിസേന വിഭാഗത്തിൽ 150-ലധികം ജീവനക്കാരാണ് ഉള്ളത്. ഇവരെല്ലാം താമസിക്കുന്നത് പഴയ സ്കൂൾ കെട്ടിടങ്ങളിലാണ്. ഇവർക്ക് താമസിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ സ്കൂൾ കെട്ടിടം പൊളിച്ചാൽ അത് തീർത്ഥാടന കാലത്ത് പ്രതിസന്ധിക്കും കാരണമായേക്കും. ന്യൂസ് ബ്യൂറോ, എരുമേലി. കാഞ്ഞിരപ്പള്ളി കുന്നം ഭാഗത്ത് വീണ്ടും വ്യാപക മോഷണ ശ്രമം. 2 ദിവസങ്ങളിലായി 9 വീടുകളിലാണ് മോഷണ ശ്രമങ്ങൾ നടന്നത്. ശനിയാഴ്ച പുലർച്ചെയും ഇന്നലെ പുലർച്ചെയുമായിട്ടാണ് വിവിധ വീടുകളിൽ മോഷ്ടാക്കൾ എത്തിയത്. വരിക്കമാൻതൊട്ടിയിൽ സജി, കല്ലുവേലിൽ ഷാജി, മഞ്ഞാക്കൽ ബാബു, മണ്ണുകുന്നൽ റോജി എന്നിവരുടെ വീടുകളിൽ ശനിയാഴ്ച പുലർച്ചെയും, കൊച്ചട്ടൊന്നിൽ ജോണി, എലിവാലിക്കരയിൽ ഉദയകുമാർ, തേക്കനാംപൊയ്ക്കിൽ ജോഷി, പാറയിൽ രാജൻ, മൂലയിൽ തോമാച്ചൻ എന്നിവരുടെ വീടുകളിൽ ഇന്നലെ പുലർച്ചെയുമാണ് മോഷണശ്രമം നടന്നത്. സജിയുടെ വീട്ടിൽ നിന്ന് കുടയും, ഷാജിയുടെ വീട്ടിൽ നിന്ന് ചെരുപ്പും, റോജിയുടെ വീട്ടിൽ നിന്ന് ഷർട്ടും പാൻസും, ജോഷിയുടെ വീട്ടിൽ നിന്ന് വാക്കത്തിയുമാണ് മോഷണം പോയിരിക്കുന്നത്. എലിവാലിക്കരയിൽ ഉദയകുമാറിന്റെ വീട്ടിൽ കയറി ചോറ് കഴിച്ച മോഷ്ടാവ് പാത്രങ്ങൾ കിണറ്റിലിട്ടു. മോഷ്ടാവ് വീടുകളിൽ കയറുന്നതിൻ്റെയും തിരികെ ഇറങ്ങി വരുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകുമെന്ന് നാട്ടുകാർ പറയുന്നു.
കുന്നുംഭാഗം മറ്റത്തിൽപ്പടി റോഡിലും കുന്നുംഭാഗം പൈനുങ്കൽപ്പടി റോഡിലുമാണ് മോഷ്ടാക്കൾ വിലസുന്നത്. ഈ ഭാഗങ്ങളിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാക്കളെ പിടികൂടാനുള്ള നടപടി അധികൃതർ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മേഖലയിൽ മോഷണശ്രമം ഉണ്ടായിരിക്കുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മാസാവസാനമായിട്ടും ഉച്ചഭക്ഷണത്തിന് അരി ലഭിക്കാത്തതിനെ തുടർന്ന് KPSTA-യുടെ കാലിച്ചാക്ക് സമരം. ജൂലൈ മാസം 1-ാം തീയതി ലഭിക്കേണ്ട സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള അരി ഇതുവരെയും ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടുന്നു. ജൂലൈ മാസം 1-ാം തീയതി ലഭിക്കേണ്ട സ്കൂൾ ഉച്ചഭക്ഷണത്തിനുള്ള അരി മാസാവസാനമായിട്ടും ലഭ്യമാക്കാൻ ഡിപ്പാർട്ട്മെന്റിനോ ഗവൺമെന്റിനോ സാധിച്ചിട്ടില്ല. ഇത് സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ടെന്ന് KPSTA സംസ്ഥാന സെക്രട്ടറി PM നാസർ പറഞ്ഞു. KPSTA-യുടെ നേതൃത്വത്തിൽ ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുൻപിൽ നടന്ന കാലിച്ചാക്ക് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വളരെ പണിപ്പെട്ട് സ്കൂളുകൾ കടമെടുത്തും റേഷൻ കടയിൽ നിന്ന് വാങ്ങിയും പൊതുവിപണിയിൽ നിന്ന് വാങ്ങിയും ഒക്കെയാണ് ഉച്ചഭക്ഷണം കൊടുത്തത്. ഉച്ചഭക്ഷണം ഒരു വിവാദമാക്കരുത് എന്ന് കരുതിയ പ്രഥമാധ്യാപകർ വളരെ പണിപ്പെട്ട് ഉച്ചഭക്ഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് 2-ാം മാസവും ജൂലൈ മാസവും ഇന്ന് ജൂലൈ 24 ആയിട്ടും ഇതുവരെയും ഉച്ചഭക്ഷണത്തിനുള്ള അരി സ്കൂളുകൾ ലഭ്യമായിട്ടില്ല. ഈ മാസം അവസാനിക്കാൻ ഇനി 6 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതുവരെയും അരി സ്കൂളുകളിൽ എത്തിക്കാത്ത സർക്കാരിന്റെ ധാർഷ്ട്യം, ഡിപ്പാർട്ട്മെന്റിന്റെ ധാർഷ്ട്യം, ഇതുമായി ബന്ധപ്പെട്ട് പലതവണ DD അടക്കമുള്ള വിദ്യാഭ്യാസ ഓഫീസർമാരെ നമ്മൾ കാണുകയും അവരോട് പരാതിപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ പത്രക്കാർ ചോദിച്ചപ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ ഓഫീസർമാർ പറയുന്നത് ഞങ്ങളോട് ആരും പരാതി പറഞ്ഞിട്ടില്ല എന്നാണ്. അടിക്കടി AEO സ്കൂളുകളിൽ അരി സംബന്ധമായ വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ ഷീറ്റിലെ എല്ലാ ഹെഡ്മാസ്റ്റർമാരും അരി ലഭിച്ചിട്ടില്ല എന്ന് രേഖപ്പെടുത്തി കൊടുത്തിട്ടും ഇവിടുത്തെ ന്യൂൺ മീൽ ഓഫീസർമാരടക്കം നിമിഷന്മാരടക്കം ഏതവനായാലും ഇത്തരത്തിലുള്ള ധാർഷ്ട്യവുമായി നിൽക്കുമ്പോൾ അത് നോക്കി നിൽക്കാനായിട്ട് KPSTക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാലിച്ചാക്ക് സമരവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അരി ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനും ഡിപ്പാർട്ട്മെന്റിനുമാണ്. ഇത് ലഭിക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട മാർഗങ്ങളാണ് നോക്കേണ്ടത്. അത് നോക്കാതെ നിരുത്തരവാദപരമായിട്ട് അരി ലഭിച്ചിട്ടില്ല എന്ന്, അരി ലഭിക്കാത്തതിനെ കുറിച്ച് പരാതി ലഭിച്ചിട്ടില്ല എന്ന മുട്ട് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാനുമെന്ന് ഒരു വിദ്യാഭ്യാസ ഓഫീസർമാരും കരുതേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ കൂലിത്തർക്കം കാരണമാണ് അരി ഇറക്കാൻ കഴിയാത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂലിത്തർക്കമായാലും എന്തായാലും അത് പരിഹരിച്ച് കുരുന്നുകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നതിനുള്ള അരി ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെന്റിനുണ്ട്. വിദ്യാഭ്യാസ ഓഫീസർമാരെ അടക്കം കണ്ട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അരി ലഭ്യമാക്കുന്നതിന് ഇനിയും സാധിച്ചിട്ടില്ല. പൊതുവിപണിയിൽ നിന്ന് അരി വാങ്ങിയാണ് പല സ്കൂളുകളും ഇതുവരെയും ഉച്ചഭക്ഷണം മുടങ്ങാതെ നടത്തിക്കൊണ്ടുപോയിട്ടുള്ളത്. ജൂൺ മാസത്തിലും അരി കിട്ടാത്ത പ്രതിസന്ധി ഉണ്ടായി. സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ അരി ഇറക്കുന്നതിനുള്ള കൂലിത്തർക്കമാണ് ലഭ്യമാക്കുന്നതിന് തടസ്സമായിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. തൊടുപുഴ ഉപജില്ലാ ഓഫീസിൽ ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ്. ഭിന്നശേഷി പ്രശ്നം പറഞ്ഞ് അധ്യാപകരെ ദിവസക്കൂലിക്കാരാക്കി മാറ്റിയ ഗവൺമെന്റ് ദിവസവേതന ബില്ലുകൾ പോലും മാസങ്ങളോളമായി പാസാക്കാതെ അതിനു മുന്നിൽ അടയിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഉള്ളത്. അരി ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടൻ തീരുമാനമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും KPSTA അറിയിച്ചു. ഉച്ചഭക്ഷണം നൽകുന്നത് നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്നും അവർ പറയുന്നു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിജോയ് മാത്യു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുനിൽ T. തോമസ്, ജില്ലാ ട്രഷറർ ഷിൻഡോ ജോർജ്, സംസ്ഥാന കൗൺസിലർ സജി മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഉപജില്ലകളിൽ ഒന്നായ കാഞ്ഞിരപ്പള്ളി ഉപജില്ല വിഭജിച്ച് രണ്ടാക്കണമെന്ന ആവശ്യം ശക്തം. 104 എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളും 40 അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് കാഞ്ഞിരപ്പള്ളി ഉപജില്ലയിലുള്ളത്. മുണ്ടക്കയം, കൂട്ടിക്കൽ പഞ്ചായത്തുകളിലായി 20 സ്കൂളുകളും പാറത്തോട് പഞ്ചായത്തിൽ 8 സ്കൂളുകളും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ 13ഉം കോരുത്തോട് പഞ്ചായത്തിൽ 8ഉം എരുമേലി പഞ്ചായത്തിൽ 25 സ്കൂളും ചിറക്കടവ് 19, എലിക്കുളം 11 എന്നിങ്ങനെയാണ് സർക്കാർ സ്കൂളുകളുടെ എണ്ണം. എലിക്കുളം, കാഞ്ഞിരപ്പള്ളി, ചിറക്കടവ്, പാറത്തോട് പഞ്ചായത്തുകളിലെ സ്കൂളുകൾ പൊൻകുന്നത്തുള്ള നിലവിലുള്ള ഓഫീസിന്റെ കീഴിലും മുണ്ടക്കയം, കോരുത്തോട്, എരുമേലി, കൂട്ടിക്കൽ പഞ്ചായത്തുകളിലെ സ്കൂളുകൾ മുണ്ടക്കയം കേന്ദ്രമാക്കി പുതിയ ഓഫീസിന് കീഴിലുമാക്കിയാൽ അത് ഏറെ ഗുണകരമായിരിക്കും.
മലയോര മേഖലയിലെ അധ്യാപകർക്കും ജീവനക്കാർക്കും ഏറെ സഹായകരമായ തീരുമാനമായിരിക്കുമതെന്നുമാണ് വിലയിരുത്തൽ. നിലവിൽ മുണ്ടക്കയം കൂട്ടിക്കൽ മേഖലയിലുള്ളവർ പൊൻകുന്നത്തുള്ള വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിലെത്തി മടങ്ങി സ്കൂളിലെത്തുന്നതിന് ഏറെ സമയം ചിലവിടേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല, നിലവിലുള്ള ഓഫീസ് പരിധി 2 ആക്കിയാൽ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിലെ തിരക്ക് ഒഴിവാക്കുവാനും അതുവഴി പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സാധിക്കുമെന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ അതിർത്തികൾ പുനർനിർണയിച്ചപ്പോൾ കൂട്ടിക്കൽ ബ്ലോക്ക് ഡിവിഷന്റെ തലനാട് ഡിവിഷനിൽ ഉൾപ്പെടുത്തിയത് പുനഃപരിശോധിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടു. മേലികാവ്, മൂന്നിലവൾ ഉൾപ്പെടെ വികസനത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്നതും മലയോര പ്രദേശങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതും ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ദുരന്ത സാധ്യതകൾ ഉള്ളതുമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് പുതിയ ഡിവിഷൻ ഉണ്ടാക്കിയത് പുനഃപരിശോധിക്കണം. പുതിയ ഡിവിഷന്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്ത് എത്തിച്ചേരാൻ 60 കിലോമീറ്ററിലധികം യാത്ര ചെയ്യേണ്ടി വരും. ഒരു ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധിയെ സംബന്ധിച്ച് സർക്കാർ പരിപാടികളിലോ സ്വകാര്യ പരിപാടികളിലോ സേവനമോ സഹായമോ ലഭ്യമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിൽ ഉൾപ്പെട്ടതും 9,000 മാത്രം ജനസംഖ്യ ഉള്ളതുമായ കൂട്ടിക്കൽ ഡിവിഷനെ തൊട്ടടുത്ത മുണ്ടക്കയം ഡിവിഷനിലോ പൂഞ്ഞാർ ഡിവിഷനിലോ ഉൾപ്പെടുത്തണമെന്ന് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് മനുഷ്യാവകാശ ലംഘനമെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. അറസ്റ്റ് വ്യക്തിപരമായ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് മാത്രമല്ല ഭരണഘടനയ്ക്കുള്ള വെല്ലുവിളിയാണെന്നും MLA ആരോപിച്ചു. കേരള യൂത്ത് ഫ്രണ്ട് കോട്ടയം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോൻസ് ജോസഫ്. യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ഷിജു പാറയിടുക്കിൽ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ്മോൻ മാളിയേക്കൽ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, സീനിയർ ജനറൽ സെക്രട്ടറി മാഞ്ഞൂർ മോഹൻകുമാർ തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു. മനസാക്ഷിയെ ഞെട്ടിച്ച ഏറ്റവും നിഷ്ഠൂരമായ ഒരു സംഭവമാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായത് എന്നുള്ളത്. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടി ഇന്ന് കേരളത്തിലെമ്പാടും നമ്മുടെ രാജ്യത്തെമ്പാടും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. 2 കന്യാസ്ത്രീകളെ ജയിലിലടച്ച കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ജയിലിലടച്ച നടപടിയിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ ആവശ്യമായ ഇടപെടലുകൾ അടിയന്തരമായി നടത്തണം എന്ന് രാജ്യം മുഴുവൻ മതേതരവാദികൾ ആവശ്യം ഉന്നയിക്കുകയാണ്. ഈ ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ ആഹ്വാനം ചെയ്ത പ്രകാരം സംസ്ഥാന വ്യാപകമായി കേരള കോൺഗ്രസ് പാർട്ടി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ജയിൽ മോചിതരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ഗവൺമെന്റ് ചെയ്ത തെറ്റായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും ശക്തമായ പ്രതിഷേധ സമരത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന സമരപരിപാടികളോടൊപ്പം കേരള യൂത്ത് ഫ്രണ്ടും സംസ്ഥാന വ്യാപകമായി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ജയിൽ മോചിതരാക്കണമെന്നും അവരുടെ പേരിലുള്ള കള്ളക്കേസ് പിൻവലിക്കണമെന്നും BJP ഗവൺമെന്റിന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ മതേതര വിരുദ്ധമായ നിലപാട് തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യൂത്ത് ഫ്രണ്ടും സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭത്തിലേക്കാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സമരപരിപാടികളുടെ ഭാഗമായി നാളെ കോട്ടയത്ത് പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് കോഴികയിലിന്റെ നേതൃത്വത്തിൽ രാവിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പാർട്ടിയുടെ കോട്ടയം ജില്ലയിലെ നേതാക്കൾ ഒത്തുചേർന്നുകൊണ്ട് രാവിലെ മുതൽ സമരപരിപാടി പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ചങ്ങനാശ്ശേരി നഗരസഭ മാലിന്യങ്ങൾ ശേഖരിക്കുന്നു. പദ്ധതിയോട് എല്ലാ സ്ഥാപന മേധാവികളും പരമാവധി സഹകരിച്ച് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണമെന്ന് നഗരസഭ അധികൃതർ അഭ്യർത്ഥിച്ചു. ഈ മാസം 30-31 തീയതികളിൽ ഹരിതകർമ്മസേന നേരിട്ട് സ്ഥാപനങ്ങളിലെത്തി വില നൽകിയാണ് മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. കമ്പ്യൂട്ടർ അനുബന്ധ സാധനങ്ങൾ, ഫാൻ, മിക്സി, TV, ഫോണുകൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവ തൂക്കി വില നൽകിയാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. അപകടകാരികളായ ബൾബുകൾ, ട്യൂബ് ലൈറ്റുകൾ,
ബാറ്ററി എന്നിവയും ശേഖരിക്കും. ഇവയ്ക്ക് വില ലഭിക്കില്ല. മാലിന്യ ശേഖരണത്തിൻ്റെയും ശേഖരിച്ച ഈ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതിൻ്റെയും ഉദ്ഘാടനം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് റവന്യൂ ടവറിൽ നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ നിർവഹിക്കും. സർക്കാർ നിർദ്ദേശപ്രകാരം ഹരിതകർമ്മസേനയുടെ സഹകരണത്തോടെ ജില്ലയിൽ ആദ്യമായാണ് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. പദ്ധതിയോട് എല്ലാ സ്ഥാപന മേധാവികളും പരമാവധി സഹകരിച്ച് ഈ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കണമെന്ന് നഗരസഭാ അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. കാട് വിട്ടിറങ്ങി നാട്ടിലെത്തിയ മയിൽ കൗതുക കാഴ്ചയായി. തിരുമാറാടി അണ്ടിച്ചിറ ഭാഗത്താണ് 2 മയിലുകൾ കുറേ ദിവസങ്ങളായി തമ്പടിച്ചിരിക്കുന്നത്. കൂത്താട്ടുകുളം അമ്പലംകുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും കൂത്താട്ടുകുളം സബ്സ്റ്റേഷന് സമീപവും മയിലുകൾ സ്ഥിരമായി എത്താറുണ്ട്. മേഖലയിലെ വീടുകളുടെ മുറ്റത്തും ഇവയെ കാണാം. ദേശീയ പക്ഷിയുടെ വിരുന്ന് കൗതുകമാണെങ്കിലും മയിലുകളുടെ കാടിറക്കം ആശങ്ക നൽകുന്നുവെന്ന് പറയുന്നവരുമുണ്ട്. മയിലുകളുടെ വരവ് കടുത്ത വരൾച്ച സൂചിപ്പിക്കുന്നതാണെന്നാണ് പഴമക്കാർ പറയുന്നത്. മയിലിൻ്റെ കാടിറക്കവും അപൂർവങ്ങളായ ദേശാടനക്കിളികളുടെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും സൂചനയാണെന്ന് പക്ഷി നിരീക്ഷകരും പറയുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ. ഏതു നിമിഷവും നിലംപൊത്താവുന്ന കൽക്കെട്ട് വാഹന കാൽനട യാത്രികർക്ക് വലിയ അപകട ഭീഷണിയാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്ന് ഒരു ജീവൻ നഷ്ടമായിട്ടും അധികൃതർ പാഠം പഠിക്കുന്നില്ലെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴാറായ നിലയിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയായി മാറ്റിയ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടത്തിൻ്റെ സംരക്ഷണ ഭിത്തിയാണ് ഭീഷണിയായി മാറിയിരിക്കുന്നത്. കുട്ടികളുടെ വാർഡ്, പ്രസവ വാർഡ്, സർജിക്കൽ വാർഡ്, ICU, ഓപ്പറേഷൻ തിയേറ്റർ, സൈക്കാട്രിക് വാർഡ്, ബ്ലഡ് ബാങ്ക് തുടങ്ങിയവ ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഈ കെട്ടിടത്തിൻ്റെ സംരക്ഷണ ഭിത്തിയായ കരിങ്കൽ കെട്ടാണ് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള റോഡിലേക്കാണ് കരിങ്കൽ ഭിത്തി തകർന്നാൽ വീഴുക. 20 അടിയിലേറെ ഉയരമുള്ള സംരക്ഷണ ഭിത്തി തകർന്നാൽ ആശുപത്രി കെട്ടിടവും അപകടത്തിലാവും. ആയിരക്കണക്കിന് ആൾക്കാർ വാഹനവും ഇവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളും ഒക്കെ സഞ്ചരിക്കുന്ന മെയിൻ റോഡാണിത്. വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ കെട്ടാണ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തിയാണ്. ഇത് ഏതു സമയത്തും ഇടിഞ്ഞ് താഴെ പോകും. ഇത് ബന്ധപ്പെട്ട അധികാരികളോട് വർഷങ്ങളായിട്ട് നമ്മളിത് ചൂണ്ടിക്കാണിച്ചാണ്. ഇത് ഏത് സമയം ഇടിഞ്ഞു വീഴും, ജനങ്ങൾക്കും സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഓരോ ദിവസം കഴിയുന്നതോറും അതിൻ്റെ കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ഒരു 10 മീറ്റർ ഒന്ന് അത്രയുടെ പോയ ഭാഗം ഒന്ന് പണിതാൽ ഈ വലിയൊരു ദുരന്തം ഒഴിവാകും. ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ടില്ല എന്ന് നടിക്കല്. ഇവിടെ വരുന്ന ആൾക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. സദാനേരവും വാഹനവും ജനങ്ങളും സഞ്ചരിക്കുന്ന റോഡിലേക്ക് കരിങ്കൽ കെട്ട് തകർന്നു വീണാൽ വൻ ദുരന്തം തന്നെയായിരിക്കാം സംഭവിക്കുക. 10 അടിയിലേറെ നീളത്തിൽ കരിങ്കൽ കെട്ട് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട്. കരിങ്കല്ലുകൾ ഇളകി ഏത് നിമിഷവും താഴെ വീഴാവുന്ന നിലയിലുമാണ്. സംരക്ഷണ ഭിത്തി കാടുകയറി മൂടിയിരിക്കുന്നതിനാൽ അപകട ഭീതി കൂടാതെയാണ് ആളുകൾ ഇതുവഴി ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അടിയന്തരമായി ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദൃശ്യ ന്യൂസ്, ഇടുക്കി. പെരുവ കാരിക്കോട് 1 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത വൃദ്ധജനങ്ങളുടെ സംരക്ഷണ കേന്ദ്രം ഇഴജന്തുക്കളുടെ താവളമായി മാറി. ജില്ലാ സാമൂഹിക വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതല്ലാതെ തുറന്നു കൊടുക്കുകയോ ഒരാളെ പോലും താമസിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ജില്ലാ സാമൂഹിക വകുപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കാരിക്കോട് 1 വർഷം മുമ്പ് ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ച വൃദ്ധസദനം കെടുകാര്യസ്ഥിതിയുടെ നേർക്കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം
ഈ സ്ഥാപനം തുറന്നു കൊടുക്കുകയോ ഒരാളെ പോലും ഇവിടെ താമസിപ്പിച്ചിട്ടുമില്ല. ഇപ്പോൾ കാട് കയറിയ നിലയിൽ കിടന്നു നശിക്കുകയാണ്. ഈ കെട്ടിടം കാട് കയറി നശിക്കുന്നതോടൊപ്പം തന്നെ ഇതേ കോമ്പൗണ്ടിലെ അംഗൻവാടിയിലെ കുട്ടികൾക്കും ഭീഷണിയായി മാറി. 2003 TK വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ മുളക്കുളം പഞ്ചായത്ത് 35 സെൻറ്റ് സ്ഥലം വാങ്ങി 9 ലക്ഷം രൂപ നിർമ്മാണ ചെലവും കണക്കാക്കി. പിറ്റേ വർഷം പണി ആരംഭിച്ചെങ്കിലും ലക്ഷങ്ങൾ മുടക്കിയിട്ടും പണി പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. 2017 സ്ഥലവും കെട്ടിടവും സാമൂഹികനീതി വകുപ്പിന് കൈമാറി. തുടർന്ന് 7 വർഷം കൊണ്ട് ഇഴഞ്ഞു നീങ്ങിയ നിർമ്മാണം കഴിഞ്ഞ വർഷം പണി പൂർത്തീകരിച്ച് ഒക്ടോബർ മാസം 25-ാം തീയതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ വകുപ്പിൻ്റെ കീഴിൽ തിരുവഞ്ചൂരിൽ ഉള്ള വൃദ്ധസദനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് മൂലം അവിടുത്തെ 26 അന്തേവാസികളെ കാരിക്കോടുള്ള പുതിയ 2 നില കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടും നാളിതുവരെ നടപ്പാക്കിയില്ല എന്ന് പരാതി ഉയരുന്നു. 100 പേർക്ക് താമസിക്കാവുന്ന 2 നില കെട്ടിടവും വിശാലമായ ഹാളും മുറികളും വിശ്രമ കേന്ദ്രവും ഈ കെട്ടിടവും സംരക്ഷിച്ച് ഉടനെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചില്ല എങ്കിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ടിറങ്ങും എന്ന് BJP മണ്ഡലം പ്രസിഡന്റ് അശോക് കുമാർ ദൃശ്യാന്യൂസിനോട് പറഞ്ഞു. കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ മുളക്കുളം പഞ്ചായത്ത് പണികഴിപ്പിച്ച ഒരു വൃദ്ധസദനമാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നാളിതുവരെ അവിടെ അന്തേവാസികളെ താമസിപ്പിക്കുന്നതിനോ മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ഈ പഞ്ചായത്തോ ഭരണസമിതിക്കോ സാധിച്ചിട്ടില്ല. ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ ഒന്ന് പരീക്ഷിക്കുക. വള്ള കയറി, കാട് കയറി, വിഷജന്തുക്കളോടുകൂടി ഇവിടെ ഒരു തൊട്ടടുത്തൊരു അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ സംരക്ഷണത്തിനെങ്കിലും വേണ്ടി ഇതിൻ്റെ വള്ള വെട്ടി വൃത്തിയാക്കി ഇത് ഇന്നത്തെ ഇവിടുത്തെ സാധാരണക്കാരായ വൃദ്ധജനങ്ങൾ അവർക്ക് അന്തി ഉറങ്ങുന്നതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഈ ഭരണസമിതിയോട് ഭാരതീയ ജനതാ പാർട്ടി മുളക്കുളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. ഇതിൻ്റെ പേരും പറഞ്ഞ് ഈ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കുകയും അതിൻ്റെ ശിലാസ്ഥാപനം നടത്തുകയും അതിനുശേഷം ആഘോഷമായിട്ട് ഉദ്ഘാടനങ്ങൾ നടത്തുകയും ചെയ്തതിന് ശേഷം പിന്നെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാതെ അത് വളരെ നിർജീവമായിട്ട് എന്നാൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക സേവനത്തിനോ ഉള്ള കാര്യങ്ങൾക്കോ ഉപയോഗിക്കാതെ പള്ള കയറി നശിച്ചു കിടക്കുന്ന രീതിയിലേക്ക് എല്ലാ ഇതൊരു ഉദാഹരണം മാത്രമാണിത്. അതെല്ലാം ഇതുപോലെ 100 കണക്കിന് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് വളരെ ദയനീയമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ദൃശ്യ ന്യൂസ്, കടുത്തുരുത്തി. നവീകരിച്ച കറുകച്ചാൽ പഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി കെട്ടിട ഉദ്ഘാടനവും നിർമ്മാണം പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്ത് അനുബന്ധ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നവീകരണ പ്രവർത്തന ഉദ്ഘാടനവും നാളെയും മറ്റന്നാളുമായി നടക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിഷ കിരൺ, വൈസ് പ്രസിഡന്റ് B. ബിജുകുമാർ, ലൈബ്രറി പ്രസിഡന്റ് KP ബാലഗോപാലൻ നായർ, പഞ്ചായത്ത് സെക്രട്ടറി TS മുഹമ്മദ് റഖീബ്, ഗ്രാമപഞ്ചായത്ത് അംഗം സജി നീലത്തുമുക്കിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 15 ലക്ഷം രൂപയോളം ചെലവഴിച്ച് ഡിജിറ്റൽ സൗകര്യങ്ങളോടെയാണ് ലൈബ്രറി കെട്ടിടം നവീകരിച്ചത്. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ ബെന്യാമിൻ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. PN പണിക്കരുടെ ഛായാചിത്രം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. ബിജുകുമാർ അനാച്ഛാദനം ചെയ്യും. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിഷ കിരൺ അധ്യക്ഷത വഹിക്കും. വ്യാഴാഴ്ച രാവിലെ 10:30 പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അനുബന്ധ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ N. ജയരാജും ഓഫീസ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റോ ആന്റണി MP നിർവഹിക്കും. നമ്മൾ ഏകദേശം 2-3 വർഷങ്ങളിലായിട്ട് 15 ലക്ഷം രൂപയോളം ലൈബ്രറിക്ക് ചെലവഴിച്ചുകൊണ്ട് ഏകദേശം കോട്ടയം ജില്ലയിലെ തന്നെ നല്ലൊരു ലൈബ്രറിയാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനൊരു ഭരണസമിതി ഇങ്ങനൊരു ഇതിന് തുടക്കം കുറിച്ചത്. അത് ഏകദേശം ഡിജിറ്റൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം പൂർണ്ണ ദിശയിലേക്ക് എത്തി ഡിജിറ്റൽ സൗകര്യങ്ങളോടും കൂടി ആയ ഒരു ലൈബ്രറിയാക്കി മാറ്റുകയാണ്. അപ്പം അത് എല്ലാവരിലും കുട്ടികൾക്കും മുതൽ
പ്രായഭേദമന്യേ എല്ലാവർക്കും നല്ല രീതിയിലൊരു പുസ്തകങ്ങളോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്ത ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം പുസ്തകങ്ങൾക്ക് കുറഞ്ഞു പോകുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് ചെയ്ത ഒരു പ്രവർത്തനമാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ചെയ്തു തന്നു എന്നുള്ള വലിയ ഒരു കൃതാർത്ഥതയാണ് അക്കാര്യത്തിലുള്ളത്. റീവയറിങ്ങും പെയിൻറ്റിങ്ങും പോലെയുള്ള ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എയർ കണ്ടീഷനിങ്ങും അതുപോലെ തന്നെ ഈ തറയൊക്കെ മനോഹരമായ രീതിയിൽ ടൈൽ ചെയ്ത് ഏറ്റവും ഭംഗിയായി വൃത്തിയായി ഈ ലൈബ്രറി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അത് ഈ നാട് തീർച്ചയായും നന്ദിയോടെ സ്മരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്നുള്ളത്, നമ്മൾ ഈ ഭരണസമിതി തന്നെ കറുകച്ചാൽ പഞ്ചായത്തിനോട് അടുത്ത് തന്നെ അതിൻ്റെ സബ് ട്രഷറിയുടെ 1-ാം നില ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളത് തന്നെയാണ് ആ കെട്ടിടങ്ങളെല്ലാം തന്നെ. അപ്പോൾ ആ അനക്സ് 2 എന്ന പേരിലാണ് കെട്ടിടത്തിന് നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അനക്സ് 2 കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഏതാണ്ട് 50 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും തന്നെ മുടക്കിക്കൊണ്ട് തന്നെ ഈ 2020-25 ഭരണസമിതി തന്നെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് നല്ല ആധുനിക രീതിയിൽ തന്നെ തയ്യാറാക്കി ഏതാണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ ഓഫീസ് അങ്ങോട്ട് മാറ്റത്തക്ക രീതിയിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടന കർമ്മം ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അവർ MLA അദ്ദേഹം നിർവഹിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഉദ്ഘാടനം കൂടി അന്ന് നടത്തപ്പെടുന്നുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഏതാണ്ട് 85 ലക്ഷം രൂപയോളം മുടക്കിക്കൊണ്ട് നമ്മുടെ കറുകച്ചാൽ ഗ്രാമപഞ്ചായത്ത് സ്ഥല പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ AO ഓഫീസ് അവിടുന്ന് മാറ്റിക്കൊണ്ട് തന്നെ ആ കെട്ടിടം പൂർണ്ണമായിട്ടും അതിൻ്റെ 1ഉം 2ഉം നില പൂർണ്ണമായിട്ടും ഗ്രാമപഞ്ചായത്ത് തന്നെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കൂടുതൽ ജനസൗഹൃദമാക്കുന്നതിന് വേണ്ടിയിട്ട് സൗകര്യപ്രദമായ നിലയിലേക്കാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ ഓഫീസിൻ്റെ നവീകരണം, അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഹാള്, മിനി ഓഡിറ്റോറിയം, ഇതിനെല്ലാം കൂടി തന്നെയാണ് ആധുനിക സംവിധാനത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പത്തനംതിട്ട MP ശ്രീമാൻ ആൻ്റോ ആൻ്റണി MP നിർവഹിക്കപ്പെടുന്നതായിരിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.